ചേഞ്ച് ആകും, വേറെ റേഞ്ച് ആകൂ. മൈജി ഫ്യൂച്ചർ. ജർമ്മൻ ഇനി റിസൾട്ടുകൾ എടുത്ത് പഠിക്കാം. നീതൂസ് അക്കാഡമി, ദി ബെസ്റ്റ് ലാംഗ്വേജ് അക്കാഡമി ഇൻ കേരള. എവിടെ തുടങ്ങിയാലും കറക്റ്റ് ആയിരിക്കും എന്ന് വിചാരിക്കുമ്പോൾ അലി വിചാരിക്കും വെൽ പ്ലാനിങ് ആണ്. ഒരു പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ടാണ് എവിടെ തുടങ്ങിയാലും കണക്കാന്ന് പറയുന്നത്. സ്നേഹയിൽ തുടങ്ങാം. കാരണം എന്താ അറിയോ, സ്നേഹയാണ് മറുമായത്തിന്റെ, സ്നേഹയുടെ വീട്ടിൽ നിന്നാണ് മറുമായം ഉത്ഭവിച്ചത്, തുടങ്ങിയത്. സ്നേഹയുടെ വീട്ടിൽ നിന്നായിരുന്നു ഫസ്റ്റ് സീൻ എടുത്ത അവിടെ നിന്നാണ്. അപ്പം എന്തുകൊണ്ട് സ്നേഹയാണ് സംസാരിക്കാൻ യോഗ്യതയുള്ള ഒരാളെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കുറച്ച് ഒരു മലയാള അധ്യാപകനായി ഭയങ്കര സീരിയസ് ആയിട്ട് ഉത്ഭവിച്ചത് അങ്ങനെ തന്നെ പറയണം. 14 വർഷമായില്ലേ, അപ്പൊ ഉത്ഭവിക്കുന്നേ ചെയ്തു. ഉത്ഭവിച്ചോട്ടെ. പോട്ടെ. ഒരു സിനിമ അല്ലെ, നിങ്ങൾ എല്ലാവരും ഒരുമിക്കുന്ന ഒരു സിനിമ, മിനി സ്ക്രീനിൽ നിങ്ങൾ എല്ലാ സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ കൂട്ടായ ഒരു സിനിമ വരികയാണ്. ഇപ്പൊ നേരത്തെ വിനോദ് പറഞ്ഞ പോലെ അവിടെ നിന്ന് തുടങ്ങിയ അല്ലെ, 14 വർഷം മുമ്പ് ആ വീട്ടിൽ നിന്നും തുടങ്ങിയ മറിമായം ഇപ്പോഴും മിനി സ്ക്രീനിൽ പ്രേക്ഷകരുടെ മനസ്സിൽ ആഴത്തിൽ പതിച്ച ഒരു വലിയ ഒരു സംരംഭമാണ്. സിനിമയിലേക്ക് എത്തി, കൂട്ടായ സിനിമയിലേക്ക് എന്താണ് ഈ സമയം പറയാനുള്ളത്? അല്ല, ആദ്യം നമ്മൾ പറയുമ്പോൾ അത് സന്തോഷം തന്നെയാണ്. പിന്നെ സിനിമയിലേക്ക് എത്തി എന്ന് പറയുന്നത് അതിന് എന്താ പറയുക, ഈ 14 വർഷത്തെ ഒരു കൂട്ടായ്മ ഈ സിനിമയിൽ എന്തായാലും എല്ലാവർക്കും കാണാൻ പറ്റും. ആ ഒരു 14 വർഷം നിങ്ങളെ മടുപ്പിക്കാതെ പോയത് നമുക്ക് വലിയൊരു ഉത്തരവാദിത്വം കൂടിയാണ്. കാര്യം നമ്മൾ ഒരു സിനിമ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ സത്യത്തിൽ നമുക്ക് ഭയങ്കര ടെൻഷനുണ്ട്. എനിക്കതിൽ ഭയങ്കര ടെൻഷനുണ്ട്. കാര്യം ആൾക്കാരൊക്കെ നമ്മൾ ഒരു പോസ്റ്റർ നമ്മൾ കഴിഞ്ഞ ദിവസം ഇടുമ്പോൾ അതിൻ്റെ അടിയിൽ വരുന്ന കമൻസ് എന്ന് പറയുന്നത് അത്ര പ്രതീക്ഷയോട് കൂടിയാണ് ആൾക്കാരിത് കാത്തിരിക്കുന്നത്. അപ്പോൾ സത്യത്തിൽ നമുക്ക് ചെറിയൊരു ടെൻഷനുണ്ട്. പക്ഷേ നമ്മൾ വളരെ രസകരമായിട്ട് തന്നെ എടുത്തിട്ടുള്ള ഒരു സിനിമയാണ്. പിന്നെ ഇതിലെല്ലാവരും അങ്ങടും ഇങ്ങടും ഒക്കെ അറിയുന്നവരാണ്. എന്താ പറയുക, ഡയറക്റ്റ് ചെയ്യുന്നത് മണിയേട്ടനും സലിമിക്കൊക്കെ ആണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഷൂട്ടില്ലാത്ത ദിവസങ്ങളിലും നിയാസിക്കയും വിനോദേട്ടനും എല്ലാവരും സെറ്റിലുണ്ടാവും. അങ്ങനെ ഒരു കൂട്ടായ്മയുടെ ഒരു കുഞ്ഞാണ്, ഞങ്ങളുടെ ഒരു കുഞ്ഞാണ് വരാൻ പോകുന്ന സിനിമ. അപ്പോൾ അത്രയും പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ സബ്ജക്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ മറിമായം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഇത്തരം ഒരു സിനിമയിലേക്ക് നിങ്ങൾ മാറിയാണ്, വലിയ സിനിമയിലേക്കാണ് മാറുന്നത്. അത്തരം ഒരു സിനിമയിലേക്ക് നിങ്ങൾ മറിമായം ഷൂട്ട് നടക്കണം, സിനിമയുടെ ഷൂട്ട് നടക്കണം, അതെങ്ങനെയാണ് കൊണ്ടുപോയത്? അല്ല, മറിമായത്തിന്റെ ഷൂട്ടിന്റെ സമയത്ത് കൂടുതൽ ബുദ്ധിമുട്ട് വന്നത് സലീമിനും മണിയേട്ടനുമായിരുന്നു. കാരണം അവര് ഡയറക്ടർമാരെ മാത്രമല്ല, സ്ക്രിപ്റ്റും അവരാണ് ചെയ്യുന്നത്, അവരാണ് കേന്ദ്ര കഥാപാത്രവും ചെയ്യുന്നത്. അപ്പോൾ അവർ ഈ സിനിമയുടെ ഭാഗമായിട്ട് ഇപ്പം ഷൂട്ടിംഗ് തുടങ്ങേണ്ടതിൻ്റെ 1 മാസം 2 മാസം മുമ്പേ അവർ ഒരുമിച്ചിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ സന്ദർഭങ്ങളിൽ മണിയേട്ടനും സലീമും ഇല്ലാത്ത ഒരുപാട് എപ്പിസോഡുകൾ ഉണ്ടായിരുന്നു. അന്നൊക്കെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിങ്ങനെ പോവുകയാണ് ചെയ്യുക. അപ്പോൾ ചില ഓഫീസിലാണെങ്കിൽ ഇന്ന് സത്യശീലൊന്നും ലീവല്ലേ, പറഞ്ഞിട്ടേക്കും, അപ്പോൾ ആളവിടെ ഉണ്ട്. പിന്നെ രാജാഥൻ്റെ കഥ പറയുമ്പോൾ രാജാഥൻ ബാംഗ്ലൂർ പോയതല്ലേ, മറ്റന്നാളല്ലേ വരുള്ളൂ, അങ്ങനെയൊക്കെയുള്ള ഡയലോഗ് പറഞ്ഞിട്ട് അവിടെ ഒതുക്കി പോകും. അപ്പോൾ അവരവിടെ ഉണ്ട്, ആൾക്കാരുടെ മനസ്സിൽ ഒരു വരും എന്നുള്ള ധാരണയാണ്. പക്ഷെ അവർ കുറച്ച് നല്ല കാര്യത്തിന് വേണ്ടി അവർ കുറച്ച് മാറി നിന്നു. പിന്നെ ഞാനും നിയാസൊക്കെ ആയാലും ഈ സിനിമയുടെ സ്ക്രിപ്റ്റിംഗ് നടക്കുന്ന സമയത്ത് ഞങ്ങൾ ഒരു ഫ്ലാറ്റിലിരുന്ന് ഒരുപാട് തവണ സ്ക്രിപ്റ്റുകൾ വായിച്ച് അതിനകത്ത് വേണ്ട രീതിയിലുള്ള മാറ്റങ്ങൾ, വേണ്ട രീതിയിലുള്ള തമാശകളൊക്കെ കൂട്ടിച്ചേർത്ത് ഒരുപാട് ഹോംവർക്ക് ചെയ്തിട്ടുണ്ട് സിനിമയുടെ പേരിൽ. അപ്പോൾ അതെന്തായാലും സിനിമയിൽ വർക്കൗട്ട് ചെയ്ത് കാണിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഞാൻ മറിമായം സമയം കിട്ടുന്ന ഞാൻ ഇന്നലെ കണ്ട എപ്പിസോഡ് ഞാൻ വേണമെങ്കിൽ ഓർമ്മപ്പെടുത്താം. ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ വന്നിരുന്നു. അല്ല, എനിക്ക് ഞങ്ങളെ മറിമായത്തിൽ എനിക്ക് ട്രോൾ ചെയ്യാൻ ഒത്തിരി എപ്പിസോഡ് ഞാൻ കണ്ടു. എനിക്ക് ട്രോൾ ചെയ്യാൻ എപ്പിസോഡ് ഞാൻ പറയാം, ഖത്തർ ഷോയുടെ കാര്യം. അപ്പൊ അതൊന്നും ഞാൻ വെറുതെ ഞാൻ കാണുന്ന എപ്പിസോഡാന്ന് മനസ്സിലായില്ലേ. സമയം കിട്ടുമ്പോൾ നേരത്തെ വീട്ടിൽ പോകുമ്പോൾ കണ്ടുപോകുന്ന സാധനമാണ്. അപ്പൊ ഇന്നലത്തെ എപ്പിസോഡിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ആ ഡയലോഗുകളുണ്ടല്ലോ, ഇവരെ ഉപദ്രവിക്കരുത് എന്നാൽ ഉപദ്രവിക്കാൻ ചെയ്യണമെന്നുള്ള ആ ഡയലോഗുമായിട്ട് പോണ സാധനങ്ങൾ നിങ്ങൾ വലിയ താടിയൊക്കെ ആയിട്ട് ഒരു ഞാൻ പറഞ്ഞ എനിക്ക് സമയം കിട്ടുമ്പോൾ കണ്ടുപോകുന്നതാണ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ജീവിയായിരുന്നു നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾ അവിടെ ഇല്ലെങ്കിലും അവർ ലീവിലാന്ന് പറയും. ആ എപ്പിസോഡ് അങ്ങനെ കൊണ്ടുപോവാണ്. അത് വലിയൊരു കഴിവാണ്. സ്ക്രിപ്റ്റ് റൈറ്ററിന്റെയും നിങ്ങളുടെ ഒരു ഒത്തൊരുമയുള്ള കഴിവാണ്. രണ്ടും നിലനിൽക്കണല്ലോ. ഈ പറഞ്ഞ പോലെ ഇപ്പോ അലി ചോദിച്ചില്ലേ, ഈ സിനിമ എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെയൊക്കെ സ്വപ്നം എന്ന് പറയുന്നത്. ബിഗ് സ്ക്രീൻ എന്ന് ആഗ്രഹിക്കാത്ത ഒരു ആർട്ടിസ്റ്റും ഇല്ലല്ലോ. അപ്പോൾ ഞാനും മണികണ്ഠേട്ടനൊക്കെ ശരിക്കും പറഞ്ഞാൽ മറിമായം തുടങ്ങുന്നത് സിനിമയ്ക്ക് ശേഷമാണ്. സിനിമകളൊരു 10-25 സിനിമകൾക്ക് ശേഷമാണ് മറിമായത്തിൽ ജോയിൻ ചെയ്യുന്നത്. അത് അത്തരം ഒരു സറ്റയർ പ്രോഗ്രാം ആണെന്നും
അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അതിൽ ജോയിൻ ചെയ്തത്. അത് പിന്നെ ഭാഗ്യവശാൽ എന്ന് പറയാം, അല്ലെങ്കിൽ പ്രേക്ഷകർ നമ്മുടെ കൂടെ ഇത്രയും നാൾ നിന്നു എന്നുള്ളത് വലിയൊരു അസറ്റാണ്. ഇപ്പോൾ സിനിമ ചെയ്യുന്നത് പോലെ തന്നെയുള്ള ഒരു പരിഗണന നമുക്ക് പ്രേക്ഷകരുടെ ഇടയിൽ നിന്ന് കിട്ടുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. നമ്മൾ ഒരുപാട് പ്രോഗ്രാമുകൾ അതല്ലാത്തും ചെയ്തിട്ടുണ്ട്, പക്ഷെ മറിമായത്തിന് കിട്ടിയിട്ടുള്ള ഒരു പരിഗണന എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. അത് സിനിമ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് ആളുകൾ സ്ഥിരം കാണുന്ന ഒരു പ്രോഗ്രാമാണ്. മമ്മൂക്കൊക്കെ ഇതിൻ്റെ വലിയ ഫാൻ. അതുപോലെ പ്രിയദർശൻ സാറ്, ഒരുപാട് പേര്, ഇപ്പോൾ സലീം കുമാർ, അങ്ങനെ ഒരുപാട് പേര് ഇതിൻ്റെ ബിഗ് ഫാൻസാണ്. അപ്പോൾ കൃത്യമായ അഭിപ്രായങ്ങളും പറയാറുണ്ട്. മമ്മൂക്ക എനിക്ക് ഞാനൊരു ട്രാൻസ്ജെൻഡറിൻ്റെ ഒരു ക്യാരക്ടർ ചെയ്തിട്ട് ഞാൻ മണികണ്ഠേട്ടനും കൂടിയാണ് അത് ചെയ്തത്. അവരെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു. മമ്മൂക്ക എനിക്ക് മെസ്സേജ് അയച്ചു. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഞാനത് ഫോണിൽ നിന്ന് എടുത്തിട്ട് ഒരു പെൻഡ്രൈവിലാക്കി വെച്ചിരിക്കുക. നമ്മുടെ ഏറ്റവും വലിയ അവാർഡാണത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വലിയ അവാർഡുകൾ നമുക്ക് മറിമായത്തിനെ ബേസ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വലിയൊരു ഭാഗ്യമാണ്. അല്ല, ഈ പറയുമ്പം അത്രയും പ്രഷർ ഏറ്റെടുത്ത സിനിമ, ഇപ്പൊ സ്നേഹ പറഞ്ഞ പോലെ ഇത് നിങ്ങൾക്കൊരു ഭയങ്കര ചലഞ്ചാണ് ഈ സിനിമ. ഞാൻ അങ്ങനെയാണ് കാണുന്നത്. ഇപ്പോഴും ഓരോ മെസ്സേജ് വരുന്ന കാര്യങ്ങൾ പറയുമ്പോൾ ചലഞ്ചാണ്. ഇപ്പൊ മമ്മൂക്ക ഇട്ട മെസ്സേജ്, അപ്പൊ നിങ്ങൾ പ്രതീക്ഷ കൂടുകയാണ് ഈ സിനിമയ്ക്ക്. അത് അതുപോലെ ആയി തീരട്ടെ. സിനിമ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ആദ്യം ഞങ്ങൾ പോയി കണ്ടതും മമ്മൂക്കയാണ്. ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ട് മമ്മൂക്കയെ പോയി കണ്ടു, അനുഗ്രഹം വാങ്ങിച്ചു. മമ്മൂക്ക ഞങ്ങളുടെ പൂജയ്ക്ക് വരാമെന്ന് പറഞ്ഞാണ്, പക്ഷെ പെട്ടെന്ന് ഷൂട്ട് ഡേറ്റ് മാറിയിട്ട് മമ്മൂക്കയ്ക്ക് മാത്രമാണ് നമ്മുടെ ഗ്രൂപ്പ് നമ്മൾ ചതിച്ചത്. ഞാൻ ഇല്ലാത്ത ദിവസം നോക്കി പോയി. നീ അത് സിനിമയിൽ അഭിനയിക്കായിരുന്നു കേട്ടോ, വെറുതെ അല്ല, സിനിമയിൽ അഭിനയിച്ചോണ്ടിരിക്കുകയാണ്. പ്ലാൻ ചെയ്തത് മമ്മൂക്കയുടെ അടുത്ത് നമുക്ക് പോയിട്ട് ഇത് പറയണം, ഒരു അനുഗ്രഹം മേടിച്ച് വരണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഞാൻ ഇല്ലാത്ത ദിവസം നോക്കിയിട്ട് ഇവര് പോയി. ഒരൊറ്റ പോക്ക്. അതുകൊണ്ട് മമ്മൂക്ക പൂജയ്ക്ക് ഒന്നുമില്ല. അങ്ങനെ പിടിച്ചില്ല. ഞാൻ സ്വകാര്യമായിട്ട് പറഞ്ഞു. മമ്മൂക്ക ചോദിച്ചു ആരാ ഡയറക്ട് ചെയ്യണം. അപ്പൊ മണിയൊക്കെ എന്ന് ഡയറക്ട് ചെയ്യേണ്ട ആളോ, എന്തത്ര വൈകി പോയതെന്നൊക്കെ ചോദിച്ചു മമ്മൂക്ക. എന്നാലും നല്ലതാവട്ടെ എന്നൊക്കെ പറഞ്ഞു. ഞങ്ങളുടെ മറിമായം കുടുംബത്തിലല്ലെങ്കിലും ഈ മറിമായം സിനിമയിൽ മനോഹരമായ ഒരു ക്യാരക്ടർ ചെയ്ത ഒരാളാണ്. ഇവിടെ ഉണ്ടെന്ന് ഓർത്തല്ലോ. ഞാൻ വിചാരിച്ചത് അങ്ങനല്ല, ഞാൻ വിചാരിച്ചു ഇച്ചിരൂടെ കഴിഞ്ഞങ്ങ് പോയേക്കാം. അല്ല പോയല്ല, ഇങ്ങോട്ട് വരുന്നതല്ലേ ഉള്ളൂ. മറിമായ വീണ മിനി സ്ക്രീനിലൂടെയാണ് പ്രേക്ഷകരുടെ മനസ്സിലായി. അല്ല, അത് മാത്രല്ല, നമ്മളെല്ലാരും ടീം എല്ലാരും ഒരുമിച്ച് ചേർന്ന് സീ കേരളത്തിൽ ഒരു പ്രോജക്ട് വൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. അങ്ങനെയാ ഇവരുടെ ടീമിലേക്ക് ഗ്യാങ്ങിലേക്ക് ഞാൻ എത്തുന്നത്. ഇപ്പൊ ഈ പ്രോജക്റ്റില് ഞാനും ഉണ്ട്. ഇതിനകത്ത് മെയിൻ ക്യാരക്ടർ ചെയ്യുന്നത് മണിയേട്ടനും സലിമിക്കയാണ്. അപ്പൊ ഇതിനകത്ത് സലിമിക്കയുടെ സിസ്റ്ററിന്റെ ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. എന്റെ ഭർത്താവാണ് ആയിരിക്കുന്നത്. ക്രൂരൻ കാക്ക അളിയൻ. അല്ലെ, എന്ത് പറഞ്ഞാലും ഇതില് വിഷയല്ലേ, മറിമായാണ്. എല്ലാവരും മറിമായം. ചേഞ്ച് ആകും, വേറെ റേഞ്ച് ആകും. മൈജി ഫ്യൂച്ചർ. ജർമ്മൻ ഇനി റിസൾട്ടുകൾ എടുത്ത് പഠിക്കാം. നീതൂസ് അക്കാഡമി, ദി ബെസ്റ്റ് ലാംഗ്വേജ് അക്കാഡമി ഇൻ കേരള.